അമേരിക്കൻ ഡോളറിന്റെ അപ്രമാദിത്യം ലോകത്ത് കുറയ്ക്കാനുള്ള പണികളിലാണ് ലോകത്തിലുള്ള പല രാജ്യങ്ങളും. ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ലോകത്ത് ഇന്നൊന്നും ഉണ്ടായതല്ല. ഡോളർ വെച്ചിട്ട് വേറെ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അവർക്ക് മേലെ സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും അവിടെ ഫോറിൻ അസറ്റ് പിടിച്ചു വെക്കുകയും അവരെ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന പല തരത്തിലുള്ള പണികള് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമല്ലാത്ത, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത, അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഭരണാധികാരികളെയും രാജ്യങ്ങളെയും ബുദ്ധിമുട്ടിക്കാനാണ് യഥാർത്ഥത്തിൽ ഇവർ ശ്രമിക്കുന്നത്. ഡോളറിന്റെ അപ്രമാദിത്യമാണ് ഇവർ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിന് ഈ ഇറാൻ ആൻഡ് അമേരിക്ക വാറിന്റെ പശ്ചാത്തലത്തില് ഒരു തിരിച്ചടി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചൈന ചെയ്യുന്നത്. അതായത് ചൈനയുടെ യുവാന്റെ മൂല്യം ഏകദേശം 2% ഇപ്പോ കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങള് ഇറാന്റെ എണ്ണ വിൽക്കുന്നത് യുവാനിലാണ്. അതായത് അമേരിക്കയുടെ സാങ്ഷൻസിന് പുല്ല് വില നൽകുന്ന ലോകത്തിലൊരു രാജ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൈനയാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടതായിട്ടുള്ളത്. മാത്രമല്ല, ഈ സൗദി അറേബ്യ അടക്കം ഇപ്പോ ചൈനയായിട്ടുള്ള ഒരു നീക്കുപോക്കിന് അല്ലെങ്കിൽ ചൈനയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളും തുടങ്ങി എന്നുള്ളതാണ്. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ വഴിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ വഴിയാണ് ഒന്നുമല്ല യഥാർത്ഥത്തിൽ ചൈന യുവാന്റെ അപ്രമാദിത്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. മാത്രമല്ല, ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയും ഇതേപോലെ തന്നെ രൂപയും അതേപോലെ തന്നെ യുവാനും അതേപോലെ തന്നെയുള്ള ആ ഒരു ലോക്കൽ കറൻസീസ് ഉപയോഗിച്ചിട്ടുള്ള വ്യാപാരങ്ങൾ നടത്താം എന്നുള്ള തീരുമാനങ്ങളിലേക്കെല്ലാം എത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ കാണണം. അപ്പോ ഇന്ത്യയുടെ രൂപ വെച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ വ്യാപാരം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ചൈന ഇതിനെ പ്രതിരോധിക്കുന്നത് നിയമപരമായിട്ട് അല്ലെങ്കിൽ ചൈനയിൽ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2021 ആന്റി ഫോറിൻ സാങ്ഷൻ ലോ ആണ്. ആദ്യം 2021 ഇവർ ഈ ഒരു ലോ കൊണ്ടുവരുന്നത്. അതായത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങള് ചൈനീസ് കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയാൽ ആ ഉപരോധം അനുസരിക്കുന്ന വിദേശ കമ്പനികൾക്ക് തിരിച്ചടി നൽകുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോ ചൈനയിലെ ഈ പറയുന്ന രീതിയിലുള്ള പല ഇന്റർനാഷണൽ കമ്പനികളുണ്ട്. അതായത് ഇപ്പോ ലോകത്തിലുള്ള ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ആണെന്നുണ്ടെങ്കിലും ബാറ്ററിന്റെ ആണെന്നുണ്ടെങ്കിലൊക്കെ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറാണ് ഈ പറയുന്ന ചൈന എന്ന് പറയുന്നത്. അവിടെ അമേരിക്കൻ കമ്പനികൾക്ക് അടക്കം അവിടെ എന്തുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ അമേരിക്ക ചൈനക്ക് മേലൊരു സാങ്ഷൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ സാങ്ഷൻ അനുസരിക്കുന്ന വിദേശ കമ്പനികൾക്ക് നേരെ എന്ത് ചെയ്യുക, ഇവര് ചൈന ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ഇന്റർനാഷണൽ കമ്പനികളുടെ എല്ലാം ഫോറിൻ അസറ്റ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സീസ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങള് ചൈനക്ക് മേലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാങ്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാല് ആ സാങ്ഷനെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, 100% അമേരിക്കക്ക് അവിടെ നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അമേരിക്കൻ കമ്പനികൾക്കടക്കം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, ഇപ്പൊ ഐഫോണിന് അടക്കം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ചൈനീസ് മാനുഫാക്ചറേഴ്സ്, അതായത് അമേരിക്കയുടെ ഐഫോൺ അടക്കമുള്ള കമ്പനികളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരെ സീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കും, ചൈനക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ 2026 അത് മാത്രമല്ല, അസറ്റ് ഫ്രീസ് ചെയ്യാൻ പറ്റും, ബിസിനസിന് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്താൻ പറ്റും, വിസ ബാൻ നൽകാൻ പറ്റും, അതേപോലെ തന്നെ ചൈനീസ് മാർക്കറ്റിലേക്കുള്ള ആക്സസും തടയാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ 2026 ഈ നിയമത്തില് കുറച്ച് റെഗുലേഷൻ കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫോറിൻ എക്സ്ട്രാ ടെറിട്ടറിയൽ സാങ്ഷൻസ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്ന ചൈനീസ് കമ്പനികൾക്ക് മേലെ സാങ്ഷൻസ് ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സാങ്ഷനെ അനുസരിക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ഒരു നിയമം കൂടെ ചൈനയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങി ചൈനയിൽ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്തെടുക്കുന്ന റിഫൈനറീസിനെ
ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് സത്യത്തില് ഈ എക്സ്ട്രാ ഈ അമേരിക്ക ബേസിക്കലി നടത്തുന്നത്. ഇപ്പൊ ഇറാന്റെ ഓയിലുകൾക്ക് മേലെ എന്തുണ്ട്, ഇറാൻ എണ്ണ കമ്പനികൾക്ക് മേലെയും ഇറാന്റെ ഓയിൽ എക്സ്പോർട്ടിന് നേരെയും അമേരിക്കയുടെ സാങ്ഷൻ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കടക്കം ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കൊണ്ട് വന്ന് നമ്മുടെ ഏതെങ്കിലും റിഫൈനറിയിലിട്ട് അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്ക അതിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം സ്വിഫ്റ്റിൽ നിന്നും ഈ കമ്പനി പുറത്തു പോകുന്നുള്ളതാണ്. അപ്പോ ഡോളറിൽ ഇവർക്ക് വ്യാപാരം നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോ ചൈന പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള ഇപ്പൊ ചൈനയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ വാങ്ങിയത് കാരണമായി ചൈനയിലുള്ള ഏതെങ്കിലും കമ്പനിക്ക് നേരെ അമേരിക്ക സാങ്ഷൻസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ സാങ്ഷനെ ചൈനീസ് കമ്പനികൾ അനുസരിക്കേണ്ടതില്ല എന്നുള്ളതാണ് 2026 കൊണ്ടുവന്നിട്ടുള്ള പുതിയ റെഗുലേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ റെഗുലേഷൻ എന്ന് പറയുന്നത് ഫോറിൻ കമ്പനീസിനുള്ളതാണ്. അതായത് അമേരിക്കൻ സാങ്ഷൻസ് അനുസരിക്കുന്ന ഫോറിൻ കമ്പനീസിന്റെ അസറ്റിനെ ചൈന എന്ത് ചെയ്യും, ഫ്രീസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങി എന്ന് വിചാരിച്ചിട്ട് ചൈനയിലെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള സാങ്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ആ കമ്പനി അനുസരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചൈന പ്രധാനമായിട്ടും ചെയ്യുന്നത് ചൈനയിലുള്ള പ്രൈവറ്റ് റിഫൈനറീസ് ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്നും വരുന്ന ക്രൂഡ് ഓയിലിനെ ചൈന ശുദ്ധീകരിച്ചിരിക്കുന്നത്. ഈ കമ്പനികൾക്കൊന്നും തന്നെ മേജർ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വിഫ്റ്റ് ആക്സസ് ഇല്ല എന്നുള്ളതാണ്. അവർക്ക് അത് ആവശ്യവുമില്ല എന്നുള്ളതാണ്. ആ ആവശ്യമില്ലായ്മ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളടക്കം അമേരിക്കൻ ഭീഷണി ഉള്ളത് കൊണ്ട് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയപ്പോ ചൈനയ്ക്ക് നിർബാധം ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങാൻ സാധിച്ചത് എന്നുള്ളതാണ്. അപ്പോ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്ന ഈ ചൈനയിലുള്ള ചൈനീസ് പോർട്ടിലുള്ള പലതരത്തിലുള്ള ചെറിയ ചെറിയ പ്രൈവറ്റ് റിഫൈനറീസിലേക്ക് ഈ എണ്ണ കൊണ്ടുവരികയും അവിടെ നിന്നും അവരത് ശുദ്ധീകരിക്കുകയും അവരുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ചൈനയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കമ്പനികൾക്കൊന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. പലതും ഷാഡോ കമ്പനീസ്, ഷെൽ കമ്പനീസ് ഒക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പറയുന്ന ഡോളറിന്റെ ഇമ്പോഷൻ അല്ലെങ്കിൽ ഡോളറിന്റെ സാങ്ഷൻ അല്ലെങ്കിൽ സ്വിഫ്റ്റിൽ നിന്നും പുറത്തു പോകുന്ന പരിപാടിയൊന്നും ഇവരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ്. ഈ തന്ത്രം ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ചൈന എന്ത് ചെയ്യുന്നത്, ഈ US ഉപരോധങ്ങളെ മറികടക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല അമേരിക്ക ഡോളറിനെ പൊളിറ്റിക്കലി ഉപയോഗിച്ച് തുടങ്ങിയപ്പോ, അതായത് പൊളിറ്റിക്കലി അവരുടെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും അവർക്ക് ഇഷ്ടമില്ലാത്തവരെ തകർക്കാനും വേണ്ടിയിട്ട് ഡോളറിനെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോ ഇതുപോലെ ഒരു കറൻസിനെ പൊളിറ്റിക്കൽ യൂസിന് അല്ലാണ്ട് ചെയ്യുന്ന രാജ്യം അല്ലെങ്കിൽ പൊളിറ്റിക്കലി യൂസ് ചെയ്യാത്ത രാജ്യങ്ങളുടെ കറൻസീസിലോട്ട് കൂടുതൽ രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ഡിപ്പെൻഡൻസി ഏറ്റവും കൂടുതൽ വരുന്നത് യുവാനിലാണ് എന്നുള്ളതാണ്. കാരണം ലോകരാജ്യങ്ങളിലേക്ക് വേണ്ട പല റോ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള മിഷനറീസ് ആണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ വരുന്നത് ചൈനയിലായതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ചൈനയുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. മാത്രമല്ല ചൈനീസ് പ്രൊഡക്റ്റുകൾ ലോകത്തിലെ എല്ലാ മാർക്കറ്റിലും ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. ആഫ്രിക്കയിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൽ അടക്കം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ചൈന എന്നുള്ളതും കൂടെ നമ്മൾ കാണേണ്ടതാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ചൈന കൊടുത്തിട്ടുള്ള ലോൺ, ചൈന കൊടുത്തിട്ടുള്ള കടം തിരിച്ചടക്കാൻ പറ്റാത്ത പ്രശ്നം ശ്രീലങ്കയ്ക്ക് ഉണ്ടായിരുന്നു. ശ്രീലങ്കയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചൈന ഒരുപാട് ഫണ്ടിങ് അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ചൈനയുടെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത രീതിയിൽ എന്ന ചൈന ആ മാർക്കറ്റ് പിടിച്ചടക്കുന്ന തരത്തിലുള്ള ടെൻഡൻസി ലോകത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡോളറിനെ മാറ്റിവെച്ച് ചൈനീസ് യുവാനെ ആ ഒരു വിനിമയ നാണയമായിട്ട് ഉപയോഗിക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാനും സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷെ അമേരിക്കൻ ഡോളർ ഈ പറയുന്ന പോലെ വലിയ തകർച്ചയിലേക്ക് പോകുമോ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തകർച്ചയിലേക്ക് പോകത്തില്ല. കാരണം ഇപ്പോഴും ഒരു ഫോറിൻ അസറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോറിൻ മണീനെ കീപ്പ് ചെയ്യുന്നുണ്ട്, രാജ്യങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, കരുതൽ ശേഖരണം നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴും ഡോളർ തന്നെയാണ്. കാരണം യുവാനേക്കാൾ കൂടുതലായിട്ട് ഡോളറിന് വിശ്വാസതയുണ്ട് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെ ഹെഡ്ക്വാർട്ടേഴ്സും അതേപോലെ തന്നെ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെല്ലാം അമേരിക്കയിലായതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ പറയുന്ന ഡോളറിന്റെ മേലുള്ള അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ഡോളർ വെച്ചിട്ടുള്ള അമേരിക്കൻ അപ്പർ ഹാൻഡ് അത്ര എളുപ്പത്തിലൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതും ഒരു 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 കാര്യം തന്നെയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് എതിര് നിൽക്കുന്ന രാജ്യങ്ങള് അമേരിക്കൻ അല്ലാത്ത രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങൾ കൂടുതലായിട്ട് അമേരിക്കൻ ഡോളറിനെ വിട്ടിട്ട് യുവാനിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ ഈ അമേരിക്ക ഇറാൻ വാറിൽ അടുത്തതായിട്ട് അമേരിക്കക്ക് കിട്ടുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിൽ തന്നെയാണ്. ഇപ്പോ ഈ ഒരു വാറോട് കൂടെ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അമേരിക്കയില് ഒരു തരത്തിലും ഓയിലിന്റെ പ്രൈസ് കൂടത്തില്ല, ഓയിലിന്റെ പ്രശ്നം അമേരിക്കക്കകത്ത് ഉണ്ടാവില്ല എന്നുള്ളത്. അത് തെറ്റായിരുന്നു. അമേരിക്കക്കകത്ത് 50% അടുക്കുന്ന രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടാവുകയാണ്. ആളുകൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ അവസ്ഥ അമേരിക്കൻ ജനങ്ങളെ കൂടെ ബാധിച്ചു തുടങ്ങുമ്പോഴാണ് UN സഹായത്തിലേക്ക് അടക്കം നീ പറയുന്ന വാർ നിർത്തുന്ന കാര്യത്തിൽ അമേരിക്ക പോകുന്നത് എന്നുള്ളതും കൂടെ കാണേണ്ടതായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ്.